ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ വാങ്ങിയ സംഭവത്തിൽ നടൻ ദുൽഖർ സൽമാന് ഇന്ന് കസ്റ്റംസ് നോട്ടീസ് കൊടുക്കും. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശിക്കും. ദുൽഖറിന്റെ കൂടുതൽ വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ്. അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. വിഷയത്തിൽ ഇഡിയും കേസെടുക്കാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വിശദമായി തന്നെ ഒരു വാർത്താ സമ്മേളനം ഈ കാണുന്ന കസ്റ്റംസ് ഓഫീസിൽ വെച്ച് കസ്റ്റംസ് കമ്മീഷണർ നടത്തിയിരുന്നു. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ നടപടികളെ കുറിച്ചായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. ഏതാണ്ട് 35 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഇതിൽ ദുൽഖർ സൽമാന്റെ 2 വാഹനവും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ 2 വാഹനവും ഉൾപ്പെടുന്നു. ഈ വാഹനങ്ങളൊക്കെ തന്നെ കസ്റ്റംസ് ഓഫീസിന് മുൻവശത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് ഒരു അവ്യക്തത ഉണ്ടെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഇത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണം വേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു രേഖകളൊക്കെ തന്നെ ഹാജരാക്കാൻ ഇതിനകം തന്നെ നടന്മാർക്ക് നിർദ്ദേശം നൽകി. അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിനി വീണ്ടും ചോദ്യം ചെയ്യാനാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല കസ്റ്റംസിന് ഇന്ന് സമൻസ് നൽകാനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. അതിനുശേഷം ദുൽഖർ സൽമാനോട് നേരിട്ട് ഹാജരാകാനുള്ള നിർദ്ദേശവും എന്തായാലും കസ്റ്റംസ് നൽകും. ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾ നേരിട്ട് തന്നെ ഹാജരാകണം എന്ന് കസ്റ്റംസ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ കൃത്യമായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കും. ഒരുപക്ഷെ വാഹനം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു കൂടുതൽ പരിശോധനകളിലേക്ക് എന്തായാലും കസ്റ്റംസ് കടക്കും. കാരണം വ്യാപകമായ നിലയിൽ തന്നെ ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലുണ്ടെന്ന ഒരു വിവരമാണ് കസ്റ്റംസ് ഇന്നലെ പങ്കുവച്ചത്. ഇതിൽ ഏതാനും ചില വാഹനങ്ങളുടെ പട്ടിക ഇതിനും തന്നെ കസ്റ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരമുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അതോടൊപ്പം തന്നെ കൊല്ലം ചവറ സ്വദേശികളുടെ പ്രയാഡോ വാഹനങ്ങൾ, കൂടാതെ കൊച്ചി പള്ളുരുത്തി സ്വദേശിയും അങ്കമാലി സ്വദേശി വാങ്ങിയ നിസാൻ പട്രോൾ, കൂടാതെ കോട്ടയം കുമാരനല്ലൂർ സ്വദേശിയും നീണ്ടൂർ സ്വദേശി വാങ്ങിയ ടൊയോട്ട ലാൻഡ് ക്രൂസർ, ഇതടക്കമുള്ള വാഹനങ്ങളുടെ എല്ലാം തന്നെ പട്ടിക കസ്റ്റംസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരമുള്ള അന്വേഷണമാണ് ഇനി എന്തായാലും കസ്റ്റംസ് മുന്നോട്ട് പോവുക. അതോടൊപ്പം ഇന്നലെ കസ്റ്റംസ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു ഭൂട്ടാൻ വഴിയുള്ള ഈ വാഹനക്കടത്തിന് വലിയ മാനങ്ങളുണ്ട്. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളടക്കം തന്നെ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസികളും ഈ ഒരു അന്വേഷണ പരിധിയിൽ വരാനുള്ള സാധ്യത ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് വ്യാപകമായി നടന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ബാങ്ക് ട്രാൻസാക്ഷൻ നടപടികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ വില കുറച്ച് കാണിച്ച് തന്നെ ഈ രേഖകളൊക്കെ തന്നെ തയ്യാറാക്കിയ വിവരങ്ങളൊക്കെ ഇതിനെ തന്നെ കസ്റ്റംസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇഡിയും ഈ ഒരു അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് അല്ലെങ്കിൽ അന്വേഷിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഡിയും ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള നടപടികളും ഇതോടുകൂടി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വിശദമായ രേഖകൾ പരിശോധിച്ചാകും അത്തരം നടപടികൾക്ക് എന്തെങ്കിലും കടക്കുക. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് എന്തായാലും കസ്റ്റംസ് ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി കടക്കുമെന്ന കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.